നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ലക്ഷ്യം വച്ചിരുന്നത് 25%-ലധികം വോട്ടുകളാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് നേടി, അതായത് 19 പോയിന്റ് സംതിങ്, ഏതാണ്ട് 20%-ഓളം വോട്ട് ബി.ജെ.പി നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിനെ മറികടന്നുകൊണ്ട് 25% എന്ന വോട്ടിലേക്ക് ഉയർന്ന് വലിയ വളർച്ച രേഖപ്പെടുത്തുക എന്നതായിരുന്നു ബി.ജെ.പിയുടെ ലക്ഷ്യം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ വ്യത്യാസമുണ്ട്. ധാരാളം രാഷ്ട്രീയത്തിന് അതീതമായ ധാരാളം ഘടകങ്ങൾ കൂടി പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് 25% എന്ന ഒരു വോട്ടിംഗ് പാറ്റേണിലേക്ക്, വോട്ടിംഗ് ശതമാനത്തിലേക്ക് അവർ ലക്ഷ്യം വെച്ച ആ ഒരു രീതിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അത് ഏതാണ്ട് കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനം പോലെ തന്നെ ഏതാണ്ട് 15%-നോട് അടുത്ത് നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും വിശദമായ വിലയിരുത്തലുകൾക്ക് ഇനിയും സമയമെടുക്കും. വോട്ടിംഗ് നില ബി.ജെ.പി ഉദ്ദേശിച്ച രീതിയിലേക്ക് വളർന്നിട്ടില്ല എന്ന് വ്യക്തമാണ്. പക്ഷേ ഇലക്ടോറൽ പെർഫോമൻസിൽ ബി.ജെ.പി വളരെ കൃത്യമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പല ജില്ലകളിലും ബി.ജെ.പി അതിശയിപ്പിക്കുന്ന മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. 2 മുനിസിപ്പാലിറ്റികളിൽ ബി.ജെ.പി അധികാരത്തിൽ വരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി പിടിക്കുന്നു. അത് തന്നെയാണ് കേരളമെമ്പാടും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഒരു വലിയ മേൽക്കൈ നൽകുന്ന ഘടകം. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി പിടിക്കുന്നു. മറ്റ് പല പഞ്ചായത്തുകളിലും, തിരുവനന്തപുരത്ത് തന്നെ നിരവധി പഞ്ചായത്തുകൾ, ഏതാണ്ട് 38ഓളം പഞ്ചായത്തുകളിൽ കേരളം എന്നാകെ പാർട്ടി അധികാരത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ. ഇതനുസരിച്ച് നോക്കിയാൽ ബി.ജെ.പി ഈ വോട്ടിംഗ് ശതമാനത്തിൽ ലക്ഷ്യം കണ്ടില്ല എങ്കിലും ഇലക്ടോറൽ പെർഫോമൻസ് അത് വളരെ വലുതാണ് ഈ ഘട്ടത്തിൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് ബി.ജെ.പിയുടെ ഒരു പ്രവർത്തന ശൈലിയിലെ മാറ്റം അത് പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ മിഷൻ 2026ലേക്ക് ബി.ജെ.പി കടന്നിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷകൾ, വലിയ ലക്ഷ്യങ്ങളോടുകൂടി തന്നെ ബി.ജെ.പി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അതായത് ബി.ജെ.പി അതിന് വിജയിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ വലിയ സ്വാധീനവും ശക്തിയുമുള്ള മണ്ഡലങ്ങൾ വളരെ കൃത്യമായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ച് തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് 7 നിയോജക മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് ഇപ്പോൾ വിജയ സാധ്യതയുണ്ട്. അതായത് 40,000-ൽ പരം വോട്ടുകൾ, അതായത് നിയമസഭാ മണ്ഡലങ്ങളിൽ 40,000+ വോട്ടുകൾ 7 നിയമസഭാ മണ്ഡലങ്ങളിലുണ്ട് എന്ന് ബി.ജെ.പി കണ്ടെത്തിയിരിക്കുന്നു. നേമം, കാട്ടാക്കട, കഴക്കൂട്ടം, ചെങ്ങന്നൂർ, മലമ്പുഴ, കാസർഗോഡ്, മഞ്ചേശ്വരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് വിജയസാധ്യതയുണ്ട്. 40,000-ലധികം വോട്ടുകൾ അവിടെയുണ്ട്. ഇതിൽ തന്നെ 4 നിയോജക മണ്ഡലങ്ങളിൽ, നേമം, കാട്ടാക്കട, മലമ്പുഴ, മഞ്ചേശ്വരം എന്നിങ്ങനെ 4 നിയോജക മണ്ഡലങ്ങളിൽ 45,000-ലേറെ വോട്ടുകളുണ്ട്. നേമം നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 50,000-ഓളം വോട്ടുകൾ ബി.ജെ.പിക്കുണ്ട്. ഈ മണ്ഡലങ്ങളിൽ ശക്തമായ പ്രചരണം നടത്തി ഈ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാം എന്നാണ് ബി.ജെ.പി ഇപ്പോൾ കരുതുന്നത്. മാത്രമല്ല 12 മണ്ഡലങ്ങളിൽ 35,000-നും 40,000-നും ഇടയ്ക്ക് വോട്ടുകളുണ്ട്. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ്, ചിറയൻകീഴ്, തിരുവനന്തപുരം സെൻട്രൽ, ചാത്തന്നൂർ, കൊട്ടാരക്കര, മാവേലിക്കര, അരൂർ, പുതുക്കാട്, നാട്ടിക, കൊടുങ്ങല്ലൂർ, ഒറ്റപ്പാലം, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ 35,000-നും 40,000-നും ഇടയിൽ വോട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പുകൾ പോലെ ആവില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം ഈ മണ്ഡലങ്ങളിൽ അല്പം കൂടും എന്നുറപ്പാണ്. കാരണം അത്രമാത്രം രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കും. ആ ഭരണവിരുദ്ധ വികാരം അതത് മണ്ഡലങ്ങളിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണോ, മുന്നണിക്കാണോ ശക്തിയുള്ളത് ആ മുന്നണികൾക്ക് ലഭിക്കുമെന്നുള്ളത് ഒരു സ്വാഭാവിക തത്വമാണ്. അത് വെച്ച് നോക്കിയാൽ 12ഓളം മണ്ഡലങ്ങളിൽ 35,000-നും 40,000-നും ഇടയ്ക്ക് വോട്ടുകളുണ്ട്. ഇതിൽ തന്നെ മറ്റ് മണ്ഡലങ്ങൾ, അതായത് 30,000 മുതൽ 35,000 വരെ വോട്ടുകളുള്ള ഒട്ടനവധി മണ്ഡലങ്ങളുമുണ്ട്. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി 36 നിയോജക മണ്ഡലങ്ങളിൽ ബി.ജെ.പി നിർണായക ശക്തിയായി മാറുന്നു. അവിടെ എന്തും സംഭവിക്കാം എന്ന നിലയിലേക്ക് മാറുന്നു എന്നാണ് കണക്കുകൾ. ഇത്തരം കണക്കുകൾ സംസ്ഥാന നേതൃത്വം വളരെ കൃത്യമായി തന്നെ ശേഖരിച്ചിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനത്തിൽ ലക്ഷ്യത്തിലെത്തിയില്ല എന്നതിന് കൃത്യമായ സാങ്കേതിക കാരണങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ അതല്ല, അത് കൃത്യമായ മുന്നേറ്റം 36 മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് ഈ തെരഞ്ഞെടുപ്പ് നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഈ 36 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാകും ഇനി ബി.ജെ.പി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുക.
അതായത് നേമം പോലെയുള്ള മണ്ഡലങ്ങളിൽ, അതായത് നേരത്തെ സൂചിപ്പിച്ച 7 മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവിടെ പ്രവർത്തനം തുടങ്ങുക എന്ന ശൈലിയാണ് BJP ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതനുസരിച്ച് നേമത്തും കഴക്കൂട്ടത്തും BJP ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ നേരിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നേമത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും മത്സരിക്കുക. കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ മത്സരിക്കുന്നുണ്ട്. കാട്ടാക്കടയിലും അതുപോലെ തന്നെ മറ്റ് നിരവധി നിയോജക മണ്ഡലങ്ങളിലും ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന തന്ത്രമാണ് BJP പയറ്റുക. ഈ 36 മണ്ഡലങ്ങളിൽ വലിയ സ്വാധീന ശക്തിയായത്, അതോടൊപ്പം തന്നെ 38ഓളം പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചത്, 2 മുനിസിപ്പാലിറ്റികൾ ഭരണം പിടിച്ചത്, അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചത്, ഇതെല്ലാം ദേശീയ തലത്തിൽ പോലും ചർച്ചയാവുകയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തിൻ്റെ കയ്യടി വാങ്ങുകയാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഈ ജനുവരി അവസാന വാരത്തോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നുണ്ട്, തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. അത് BJP തിരുവനന്തപുരത്തിന് നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു. അധികാരത്തിലെത്തിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നഗരത്തിലെത്തുകയും ഈ നഗരത്തിൻ്റെ അടുത്ത 5 വർഷത്തെ വികസന രേഖ പുറത്തിറക്കുകയും ചെയ്യും എന്നായിരുന്നു BJP പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അത് വെറും തിരുവനന്തപുരത്തിന് വേണ്ടി മാത്രമുള്ള യാത്രയാകില്ല, മറിച്ച് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനമായിരിക്കും നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നടത്തുക എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഇതനുസരിച്ച് BJP ഈ 36 മണ്ഡലങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ BJP എത്ര സീറ്റ് ലക്ഷ്യം വയ്ക്കുന്നു എന്നതല്ല, ഈ സീറ്റുകൾ കൃത്യമായി തന്നെ വിജയിക്കാൻ കഴിയുന്ന സീറ്റുകൾ BJP കണ്ടെത്തിയിരിക്കുന്നു. സ്ഥാനാർത്ഥികളെ അതനുസരിച്ച് പ്ലേസ് ചെയ്താൽ BJP ആ സീറ്റുകൾ പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് പല നിഷ്പക്ഷരും ഇപ്പോൾ വിലയിരുത്തുന്നത്. മാത്രമല്ല NDA ശക്തിപ്പെടുത്താനുള്ള ചില നീക്കങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ LDFിലെയും UDFിലെയും ചില സമുന്നതരായ നേതാക്കൾ BJPയിലെത്താൻ സാധ്യതയുണ്ട് എന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.